കാരുണ്യ പദ്ധതിയിൽ സർക്കാർ കാട്ടുന്നത് കടുത്ത അനീതിയെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ജനം ടിവിയോട് 15% മാത്രം കുടിശ്ശികയാണ് ഇതുവരെ സർക്കാർ നൽകിയത്. 600 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ടെന്നും അസോസിയേഷൻ പറയും. സംസ്ഥാനത്തെ നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങായ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ രോഗികൾ പദ്ധതി ആനുകൂല്യം ലഭിക്കാത്തതിനാൽ ചികിത്സ തേടാതെ മടങ്ങിയിരുന്നു. ശസ്ത്രക്രിയയ്ക്കുൾപ്പെടെ ഭീമമായ തുക കെട്ടിവയ്ക്കാനില്ലാതെ നിരവധി രോഗികൾ മരണമടഞ്ഞിട്ടുമുണ്ട്. പദ്ധതിക്കായി എംപാനൽ ചെയ്ത ആശുപത്രികൾ കുടിശ്ശിക തുക ലഭിക്കാത്തതിനാൽ പൂർണ്ണമായി പിൻവാങ്ങുകയാണ്. 15% മാത്രം കുടിശ്ശികയാണ് ഇതുവരെ സർക്കാർ നൽകിയത്. 600 കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമായി നൽകാനുണ്ടെന്ന് അസോസിയേഷൻ പറയുന്നു. ആശുപത്രികൾ വളരെയധികം പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ബാങ്ക് ലോണുകളും മറ്റ് എക്സ്പെൻസുകളും ഒക്കെ ഉള്ളത് കൊണ്ട് വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് കേരളത്തിലെ പ്രത്യേകിച്ചും ചെറുകിട സ്വകാര്യ ആശുപത്രികൾ. സർക്കാരിൽ നിന്ന് ഈ പണം ലഭിക്കാതെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പല ആശുപത്രികളും സ്വമേധയാ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്നുള്ള ഈ കുടിശ്ശികൾ ഉടൻ തന്നെ ലഭിക്കാം. അത് ലഭിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഈ പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. കേന്ദ്രവിഹിതം കൃത്യമായി ലഭ്യമാക്കുമ്പോൾ ആ തുക വകമാറ്റി ചിലവഴിക്കുന്നതാണ് പദ്ധതി മുടങ്ങാനുള്ള കാരണമെന്നാണ് ഉയരുന്ന വിമർശനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന 45 ലക്ഷം സാധാരണക്കാരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. സ്വകാര്യ മേഖലയിൽ നിന്നടക്കം സൗജന്യമായി വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതി ആരോഗ്യരംഗത്തെ അഭിമാന നേട്ടമായി ഇടതു സർക്കാർ ഉയർത്തിക്കാട്ടിയിരുന്നു. ജനം, തിരുവനന്തപുരം.